ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് AJ വ്ളോഗ്സ്. അപ്പോൾ ഇത് ഞങ്ങൾ ഓണം വ്ളോഗാണ്. ഇത് ഞങ്ങൾക്ക് എഡ്മണ്ടനിക്ക് മൂവ് ചെയ്തിട്ട് ആദ്യത്തെ ഓണമാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം വരെ നോവ സ്കോഷ്യയിൽ ഞങ്ങൾ ഫ്രണ്ട്സും അസോസിയേഷനായിട്ടുള്ള ഓണം സെലിബ്രേഷൻ എല്ലാം വളരെ നല്ല എക്സ്പീരിയൻസുകളായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഇവിടെ വന്നപ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഓണമല്ലേ, അപ്പം നമ്മൾ സദ്യ ഉണ്ടില്ലെങ്കിലും സദ്യ ഉണ്ടാക്കിയില്ലെങ്കിലും അതൊക്കെ ഒരു മോശമല്ലേ. അപ്പം അതുകൊണ്ട് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഒരു സദ്യ തട്ടിക്കൂട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇന്നലെ, അതായത് ശനിയാഴ്ച ഉത്രാട ദിവസം ഞങ്ങളൊരു ഇവിടുത്തെ ഓണപ്പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു മാസം 2 മാസമായിട്ട് നിറയെ ഓണപ്പരിപാടികളാണ്. പക്ഷെ ഞങ്ങൾ ഒന്നിനും പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ അങ്ങനെ ഒരെണ്ണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഈ വ്ളോഗിലുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം അത് കണ്ടിട്ട് വരിക. അതിൻ്റെ ഇടയിൽ എനിക്ക് സദ്യയുടെ ബാക്കി എല്ലാ കാര്യങ്ങളും തീർന്നു, പക്ഷെ പായസം ഉണ്ടാക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കി തീരുന്നത് വരെ നിങ്ങൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വേഗം വരാം കേട്ടോ. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഓണത്തിൻ്റെ തലേ ദിവസം രാവിലെ ഉച്ച ആയപ്പോൾ ഇവിടെയുള്ള ഒരു അസോസിയേഷൻ്റെ ഓണപ്പരിപാടിക്ക് വേണ്ടി പോവാണ്. അങ്ങനെ ആരെങ്കിലും നമുക്ക് അറിയത്തൊന്നുമില്ല, ജസ്റ്റ് പരിപാടിയൊക്കെ കണ്ട് അവിടെ ഇരുന്നു. ആദ്യം തന്നെ പോയപ്പോൾ 2-4 സ്റ്റേജ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ സദ്യയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ സദ്യ കഴിച്ചു. സദ്യ ഓക്കെ ആയിരുന്നു. കുറേ കറികളും ഇതൊന്നുമില്ല, എന്നാലും ഉള്ളത് നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു ഓണപ്പരിപാടിക്ക് പോയി. അവിടെ കുറച്ചും കൂടി എനർജറ്റിക് ആയിരുന്നു എല്ലാം. അപ്പം അതിൻ്റെ സ്റ്റേജ് പെർഫോമൻസൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ എഡ്മണ്ടനിൽ നടന്ന വള്ളംകളി കോമ്പറ്റീഷൻ്റെ വീഡിയോ അവർ സ്ക്രീനിൽ പ്ലേ ചെയ്തത്. നാട്ടിലത്തെ വള്ളംകളിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ കാനഡയിൽ ഇതേമാതിരി വള്ളംകളി ഉള്ളത് ആദ്യമായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതൊരു വെറൈറ്റി സംഭവമായിരുന്നു. പിന്നെ അതുകൂടാതെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന തെയ്യം, ഇത് ശരിക്കും തെയ്യം ആർട്ട് ഫോം ആണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ തെയ്യം ആയിട്ടാണ് അവർ അവിടെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ഒരു വെറൈറ്റി ആയിരുന്നു. സാധാരണ എല്ലാ ഓണപ്പരിപാടിക്കും കാണുന്ന പോലെ വടംവലിയും പിന്നെ ഉണ്ടായിരുന്നു. തിരുവാതിരക്കളി മാത്രമല്ലാതെ ഇതൊരു പുതിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ കണ്ട് ഞങ്ങളവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക, സ്നേഹിക്കുക പരസ്പരം. ശുഭദിനം. അങ്ങനെ ഓണപ്പരിപാടി മൊത്തത്തിലൊന്നും കാണാനൊന്നും നിന്നില്ല. പിന്നെ ഗെയിംസ് ഉണ്ട്, പിന്നെ DJ ഉണ്ടായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം ഓണത്തിന് ഞങ്ങൾക്ക് കുറച്ചും കൂടി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഉത്രാട പാച്ചിൽ നടത്തിയില്ലെങ്കിൽ മോശമാണല്ലോ. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ നേരെ വാൾമാർട്ടിൽ പോയി കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്.
അപ്പം അതാണ് ആ ഓട്ടപ്പാച്ചിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ വേഗം പോയി വാൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ അധികം കുറേ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വാങ്ങിക്കാൻ. കാരണം പിറ്റേ ദിവസം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ സദ്യക്കുള്ളൂ, അല്ലാണ്ട് വേറെ കുറേ പേര് ഒന്നും വരുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ ഒരു ഇന്ത്യൻ ഗ്രോസറിക്കാണ് പോയത്. ഇത് തമിഴ് ആൾക്കാരുടെ ആണ്, പക്ഷേ നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ വീടിനടുത്തായതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇവിടെയാണ് വരാറ്. അപ്പോൾ ഓണായിട്ട് വീട്ടിൽ അരി തീർത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ പോയി അരി വാങ്ങിച്ചു. പിന്നെ ഇവിടെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും കിട്ടും. മെയിൻലി നമ്മൾ അരി, പിന്നെ ഫ്രോസൺ നാളികേരം ചിരകിയത് അങ്ങനത്തെയൊക്കെയാണ് വാങ്ങിക്കാൻ ഇവിടെ പോവാറ്. പിന്നെ ഇവിടെ ഫ്രോസൺ ചക്ക, പിന്നെന്തായിരുന്നു ചക്കക്കുരു, കൂർക്ക, ഇതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ ഫ്രോസൺ ആയതുകൊണ്ട് നമ്മൾ ഫ്രഷ് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഒരു പൂതിക്ക് വേണമെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിക്കാം. പിന്നെ ഫ്രഷ് വെജിറ്റബിൾസും ഇവിടെ കിട്ടാറുണ്ട്. നമ്മൾ മെയിൻലി വേപ്പില അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങോട്ട് വരാറുള്ളൂ. പിന്നെ പിറ്റേ ദിവസം പായസത്തിന് വേണ്ടി അട വേണമായിരുന്നു. അപ്പം അട എടുത്തു. പിന്നെ എന്തായിരുന്നു, അച്ചാറ് വേണമായിരുന്നു. അപ്പം അച്ചാറും എടുത്തു. അങ്ങനെ അത്രയ്ക്കും അവിടെ നിന്ന് വാങ്ങിച്ചോളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ സീസൺ അനുസരിച്ച് ഇപ്പോൾ ഓണമായതുകൊണ്ട് സെറ്റ് സാരി, മുണ്ട് അങ്ങനത്തെയൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് വാങ്ങിച്ച് വീട്ടിലെത്തി. പിറ്റേ ദിവസം തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ എണീറ്റ് ഇന്ന് എന്തായാലും കുറേ കാലറി അടിച്ച് കയറ്റാനുള്ളതാണല്ലോ. അപ്പോൾ ഒരു പൂതിക്ക് വേണ്ടി ഗ്രീൻ ടീയോടെയാണ് തിരുവോണ ദിവസം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ആദ്യം തന്നെ ചോറ് വെക്കാനായിട്ട് അരി കഴുകി കുക്കറിൽ കയറ്റി അടുപ്പത്ത് വെച്ചു. പിന്നെ ബാക്കി ഞാൻ ഇനിയിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാൽ മതി. ഇത് കുക്കറി ഷോ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ജസ്റ്റ് ചെറിയ വിശേഷങ്ങൾ. അങ്ങനെ ഭയങ്കര വലിയ സദ്യ പ്രിപ്പറേഷനൊന്നും അല്ല കേട്ടോ. ഒന്നാമത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ 2 ദിവസം കറി ഫ്രിഡ്ജിലിരുന്ന് കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം അതെടുത്ത് വേസ്റ്റാക്കി കളയേണ്ടി വരും. അപ്പോൾ അത് കാരണം കുറേ കറികളൊന്നും ഉണ്ടാക്കുന്നില്ല. സദ്യക്ക് മെയിനായിട്ട് വേണ്ട സാമ്പാർ, അവിയൽ, പിന്നെ കൂട്ടുകറി, പിന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ബീട്രൂട്ട് കിച്ചടി, പൈനാപ്പിൾ പച്ചടി, പിന്നെ പരിപ്പ് കറി, അങ്ങനത്തെ കുറച്ചൊക്കെയാണ് ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ പായസം എന്തായാലും ഒഴിച്ചു കൂടാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതെന്തായാലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഓണം കുക്കിംഗ് എന്ന് പറയാനായിട്ട്. പിന്നെ ക്യാബേജ് തോരൻ മെയിനാട്ടോ. അത് പറയാൻ വിട്ടില്ലെങ്കിൽ ചിലർ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ക്യാബേജ് മുഖ്യമായി. നമ്മൾ ഇനി പായസം ഉണ്ടാക്കാൻ പോവാണ്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കറികളും നമ്മൾ ഉണ്ടാക്കി തീർന്നു. ഇനിയിപ്പോൾ പായസം, പപ്പടം വറുക്കൽ അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളാണ്. പിന്നെ ഇവിടെ ഉണ്ടാക്കുന്നത് പാലട പ്രഥമനാണ്. ഇവിടെ എല്ലാവർക്കും പാലട പ്രഥമനാണ് ഇഷ്ടം. അപ്പോൾ ഞാനിപ്പോൾ കുക്കറിലോട്ട് ഒരു 2 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഒഴിക്കുന്നത്. അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു പാത്രത്തിൽ അട വേവിക്കാൻ വെക്കാം. ഞാൻ മിക്സ് വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. മിക്സ് വെക്കുമ്പോൾ നമ്മൾ ഈ സദ്യക്ക് കഴിക്കുന്ന പാലടയുടെ ടേസ്റ്റ് ഒന്നും വരില്ല. അതിൽ കുറേ അതായത് ഏലക്ക, പിന്നെ അങ്ങനത്തെ കുറേ, പിന്നെ മുന്തിരി, കാഷ്യൂ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ പോകുന്നത് നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പാലടയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ അട സെപ്പറേറ്റ് വാങ്ങിച്ച് വേവിച്ച് ഉണ്ടാക്കാനാണ് പതിവ്. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റൗവിൽ അട വേവിക്കാനായിട്ട് വെക്കാണ്. വെള്ളം എടുത്തിട്ട് വെള്ളം എടുത്തു. 10 to 15 മിനിറ്റ്സിനുള്ളിൽ ഈ അട നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഭയങ്കര വലിയ പണിയൊന്നുമില്ല. അപ്പോൾ അട വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോയി നല്ല തണുത്ത വെള്ളത്തിൽ കണ്ടിട്ട് പാല് ഒന്ന് തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഒട്ടുമിക്ക എല്ലാ പായസത്തിൽ കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്യാം. കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഈ പാലയുടെ ടേസ്റ്റ് അല്ലെങ്കിൽ വേറെ ഏത് പായസത്തിന് ഏകദേശം ടേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഈ 2 ലിറ്റർ പാലിന് ഒരു ടിന്ന് കണ്ടൻസ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ ഷുഗർ ആഡ് ചെയ്യും. നമുക്ക് നമ്മുടെ ഷുഗർ ലെവൽ അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി അട
റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പാലൊന്ന് തിളച്ച് വരുമ്പോൾ പഞ്ചസാര ഇട്ട് ഈ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് അട അതിലിട്ട് കഴിഞ്ഞാൽ പായസം റെഡി. അങ്ങനെ പായസം റെഡിയായി കഴിഞ്ഞു. ലാസ്റ്റ് പപ്പടം കൂടി കാച്ചാനുണ്ടായിരുന്നു. അങ്ങനെ പപ്പടം വറുത്തു. അതോടെ സദ്യയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ 2 ഇലയിട്ട് ഞങ്ങൾ സദ്യ വിളമ്പാൻ തുടങ്ങി. വിളമ്പി വന്നപ്പോൾ അത്യാവശ്യം കറികളും സാധനങ്ങളും ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ ഇപ്രാവശ്യത്തെ സദ്യ. അങ്ങനെ പിന്നെ ഞങ്ങൾ 2 പേരും സദ്യ കഴിക്കാനിരുന്നു. അത്രയൊക്കെ ഉള്ളൂ ഈ ഓണം. അങ്ങനെ ഓണസദ്യയൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്രാവശ്യത്തെ ഓണം ഇവിടെ തീരുകയാണ്. അങ്ങനെ കുറേ ഓണവിശേഷങ്ങളും പിന്നെ കലാപരിപാടികളുമായിട്ടുള്ള ഒരു വീഡിയോ ഒന്നും അല്ല ഇത്. പക്ഷെ ഞങ്ങളുടെ ഒരു കുട്ടി ഓണം വ്ളോഗാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇറ്റ്സ് മീ ഐശ്വര്യ സൈനിങ് ഓഫ് ഫ്രം AJ Vlogs.